ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ഇന്റേൺഷിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഇന്റേൺഷിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ UIDAI ഇവരുടെ കീഴിൽ എല്ലാവർക്കും ഇന്റേൺഷിപ്പുകൾ ലഭിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് മാസം നിങ്ങൾക്ക് 50,000 രൂപ വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന സ്കീംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വഴി നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടി ലഭിക്കുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ടെക്നിക്കൽ സ്റ്റുഡൻസിനും നോൺ ടെക്നിക്കൽ സ്റ്റുഡൻസിനും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിനും ഗ്രാജുവേറ്റിനും പോസ്റ്റ് ഗ്രാജുവേറ്റിനും ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഇന്റേൺഷിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്റേൺഷിപ്പിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നമുക്ക് നല്ലൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾക്കൊരു സ്കില്ല് വേണം, നിങ്ങൾക്കൊരു പുതിയൊരു പാത്വേയിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഇന്റേൺഷിപ്പുകളാണ് ഇതെല്ലാം. ഒരുപാട് സ്റ്റുഡൻസ് ക്യാമ്പസ് വൈസ് പ്ലേസ്മെന്റ് ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മറ്റു പല കമ്പനികളും ഇന്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എയിം എന്ന് പറഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മേക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗവൺമെന്റ് ജോലീസും ഗവൺമെന്റ് ഇന്റേൺഷിപ്പുകളും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലീസും ഇതെല്ലാം അറിയാൻ എന്റെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് UDIDയുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് കടന്നു വരും. ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. UIDAയുടെ കീഴിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് മേ സെൻഡ് റെസ്യൂംസ്. ഈ മെയിൽ ഐഡിയിലാണ് നിങ്ങൾ റെസ്യൂം സെൻഡ് ചെയ്യാനുള്ളത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവരൊരു PDF തരും. ആ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണിത് UDIDയുടെ ഇന്റേൺഷിപ്പിൻ്റെ ഫോം വരുന്നത്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ ശൈലി ടാലൻ്റ് ആക്കുക, പിന്നെ അവരിൽ നിന്നുള്ള ഫ്രഷ് ഐഡിയാസ് ലഭിക്കുക, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയാണ് ഒരു ഇന്റേൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ID പ്രൂഫ് വേണം. ആപ്ലിക്കേഷൻ ID പ്രൂഫ് ഒന്നെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർഡോ എന്തെങ്കിലും വേണം. പിന്നെ രണ്ടാമത് വരുന്നത് സ്റ്റഡി മാർക്ക് ഷീറ്റാണ് വേണ്ടത്. അത് കഴിഞ്ഞ് മൂന്നാമത് വേണ്ടത് ഒറിജിനൽ NOC വേണം. അത് നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത്, ആ കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് ആ ഹെഡ് ആ പ്രിൻസിപ്പളിൻ്റെ നിന്ന് സീൽ ചെയ്ത് വാങ്ങണം. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു 6 വീക്ക് തൊട്ട് 12 മന്ത് വരെയാണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് വരുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും എൻ്റെ ക്വാളിഫിക്കേഷൻ ടേബിൾ BTech ആണെങ്കിൽ MTech ആണെങ്കിൽ MBA പഠിച്ചവർക്കാണെങ്കിലും ഉണ്ട്. അവരുടെ ടെക്നിക്കലുണ്ട്, പ്രൊഫഷണലുണ്ട്, നോൺ ടെക്നിക്കൽ ഈ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ റിമോട്ടായിട്ടും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്, അവിടെ പോയും ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതലും പോയി പഠിക്കാനായി ഞാൻ റെഫർ ചെയ്യുള്ളൂ. അതായിരിക്കും നിങ്ങൾക്ക് ശകലം കൂടി എക്സ്പീരിയൻസ് വൈസ് അത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ നോൺ ടെക്നിക്കൽ വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് 20,000 രൂപയാണ് പോയി ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയാണ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ലഭിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപ പോയി ചെയ്യുന്നതിന് ലഭിക്കും. വീട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് MBA വരുന്നത് പ്രൊഫഷണലാണ്. പ്രൊഫഷണലിൽ നിങ്ങൾക്ക് പോയി ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് 40,000 രൂപയും വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് 20,000 നിങ്ങൾക്ക് ലഭിക്കും. പോയി ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് 30,000 വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് 15,000 നിങ്ങൾക്ക് കിട്ടും. MTech ആണെങ്കിൽ പോയി ചെയ്യുന്നതിന് 40,000 വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് 20,000 നിങ്ങൾക്ക് ചെയ്യും.
20,000 നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞു തരാം. ഇതിൽ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ്. ഇതിലേക്ക് ഏറ്റവും താഴെ വരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കാണും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിൽ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഓക്കെ ഒരു ഫോർമാറ്റ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഫോം നിങ്ങൾക്ക് ഇത് അടുത്ത ഫോം വരുന്നത് ഫോർമാറ്റ് ഓഫ് ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവർ നിങ്ങൾക്ക് തരാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം എഴുതിയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. കൂടാതെ നിങ്ങൾക്ക് ഇത് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു NOC ആണ്. ഇത് നിങ്ങൾക്ക് കോളേജിൻ്റെ ഹെഡിൽ നിന്നും നിങ്ങൾ ഏത് കോളേജാണ്, നിങ്ങൾ കോളേജ് പ്രിൻസിപ്പളാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൽ നിന്നും നിങ്ങൾ വാങ്ങി അവിടുത്തെ സീലോട് കൂടി അയക്കേണ്ടതാണ്. ഇത്രയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമും ഇതെല്ലാം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ UIDAയുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിലെല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിക്കപ്പ് ചെയ്യാവുന്നതാണ്. ഗവൺമെന്റ് ഇതുപോലുള്ള ഒരുപാട് ഇന്റേൺഷിപ്പുകൾ തയ്യാറാക്കുന്നുണ്ട്. കുറേയൊന്നും നിങ്ങൾ അറിയുന്നില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അറിയുന്നില്ല. ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിലൂടെ നല്ലൊരു പാത്വേ ചിലപ്പം തുറന്നു കിട്ടാം. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്. നല്ലൊരു പൈസ സ്റ്റൈബൻഡോട് കൂടി നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഫ്രം ഹോമും ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട് ഇത് അപ്ലൈ ചെയ്യുക. ഇവിടെ പോവുക, ഒരു 6 മാസം ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യുക. നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗവൺമെന്റ് ഒരുപാട് ഇന്റേൺഷിപ്പുകളും കാര്യങ്ങളും തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ എന്തോ കാരണങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്താൻ എൻ്റെ ഒരു ചാനൽ നിങ്ങളെ സഹായിക്കും. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇന്റേൺഷിപ്പുകൾ റിലേറ്റഡ് ആയിട്ടുള്ളതും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്.